രാഹുൽ ഈശ്വറിനെതിരെ വീണ്ടും പരാതിയുമായി അതിജീവിത. രാഹുൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചെന്നും ജാമ്യം റദ്ദാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും യുവതി പരാതിയിൽ പറയുന്നു. VS അനു ചേർന്ന വിവരങ്ങളുമായി. അനു, എവിടെയാണ് പരാതി നൽകിയത്? പരാതിയുടെ ഉള്ളടക്കം, വിവരങ്ങൾ. ഷാബിലി, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുമായി ബന്ധപ്പെട്ട കേസിലെ അതിജീവിതയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെ വീണ്ടും പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഈ സമൂഹ മാധ്യമങ്ങളിൽ ഈ പരാതിക്കാരിയുടെ ഐഡന്റിറ്റിയും അവരെ വ്യക്തിപരമായും അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളടക്കം വീഡിയോ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ പരാതിയിൽ പറയുന്നത്. അതിജീവിത ഈ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തലവ ആയിട്ടുള്ള IG പൂങ്കുഴലിക്കാണ്, DIG പൂങ്കുഴലിക്കാണ് ഈ തരത്തിലുള്ളൊരു പരാതിയും നൽകിയിരിക്കുന്നത്. രാഹുൽ ഈശ്വർ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചെന്നും അതുകൊണ്ട് തന്നെ ഈ അദ്ദേഹത്തിന് അനുവദിച്ച ജാമ്യം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ അതിജീവിത പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയുടെ സാധ്യതകൾ എന്തൊക്കെയാണ് അനു? സ്വാഭാവികമായും നമുക്ക് ഒരു കേസിൽ ഒരു ജാമ്യം ലഭിക്കുമ്പോൾ അത് ഏറ്റവും പ്രധാനമായും കോടതി ആ സമയത്ത് മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ സമാനമായ കുറ്റകൃത്യത്തിൽ ആവർത്തിക്കരുത് എന്നതടക്കം ചില ജാമ്യ വ്യവസ്ഥകൾ വയ്ക്കും. ആ ഒരു ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണോ നടന്നത് എന്നുള്ളതായിരിക്കും അന്വേഷണ സംഘം ആദ്യം പരിശോധിക്കുക. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും രാഹുൽ ഈശ്വർ ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്ന റിപ്പോർട്ട് കോടതിക്ക് കൊടുക്കുകയും രാഹുൽ ഈശ്വറിനെയും ഈ ജാമ്യവ്യവസ്ഥ ലംഘിച്ചതായി കാണിച്ചുകൊണ്ട് വീണ്ടും അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ അല്ലെങ്കിൽ പോലീസ് ജയിലിലേക്ക് അയക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. നിലവിൽ യഥാർത്ഥത്തിൽ പോലീസ് സംഘം ഈ അതിജീവിത പറയുന്ന വീഡിയോ പരിശോധിച്ച് ഇതിൽ ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ആദ്യം ചെയ്യുക. ഇതിപ്പോ ഓൺലൈനിലാണോ രാഹുൽ വീണ്ടും വീഡിയോ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എഴുതിയിടുകയാണോ, പോസ്റ്റ് ചെയ്യുകയാണോ, അല്ലെങ്കിൽ വീഡിയോ ചെയ്യുകയാണോ, എന്താണ് ഉണ്ടായിരിക്കുന്നത് അനു? പരാതിയിൽ പറയുന്നത് ഈ അതിജീവിതയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന, അതിനുവേണ്ടി കളമൊരുക്കുന്ന തരത്തിൽ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും രാഹുൽ ഈശ്വർ പങ്കുവച്ചു എന്നാണ് പറയുന്നത്. ആ ഒരു വീഡിയോ പരിശോധിച്ച ഈ പറയുന്ന ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതി നൽകുന്നത്. നമ്മൾ അന്വേഷണ സംഘവുമായി ബന്ധപ്പെടുമ്പോൾ ഈ വീഡിയോ അന്വേഷണ സംഘം പരിശോധിക്കും. ആ പരിശോധനയിൽ ഏതെങ്കിലും തരത്തിൽ ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടുണ്ട് എന്ന് കണ്ടാൽ ഇത് കോടതിയെ അറിയിച്ചുകൊണ്ട് വീണ്ടും രാഹുലിൻ്റെ ഈ ജാമ്യം റദ്ദ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ശരി, രാഹുൽ ഈശ്വറിനെതിരെ വീണ്ടും പരാതിയുമായി അതിജീവിത രംഗത്തെത്തിയിരിക്കുന്നു. രാഹുൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചെന്നും ജാമ്യം റദ്ദാക്കാൻ നടപടി സ്വീകരിക്കണമെന്നുമാണ് യുവതി പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. VS അനു വിവരങ്ങൾ നൽകിയത്.